ഹായ്, വെൽക്കം ടു ക്യാമ്പസേഴ്സ്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു UG പ്രോഗ്രാമാണ് BCA. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI. BCAയുടെ കൂടെ AI പഠിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ട്രെൻഡിങ് ആവാൻ പോകുന്നത്. നിലവിൽ 4 lakhs-ലധികം AI പ്രൊഫഷണൽസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും 6 ലക്ഷത്തിലധികം ജോബ് വേക്കൻസീസ് ഇപ്പോഴും AI പ്രൊഫഷണൽസിന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇനി വരും കാലഘട്ടത്തിലും AI ജോബിൻ്റെ ഡിമാൻഡ് കൂടി വരികയാണ്. 100% ജോലി ഉറപ്പുവരുത്തുന്നതും അതുപോലെ തന്നെ വരും കാലഘട്ടങ്ങളിൽ സാധ്യതയേറിയതുമായ ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ BCA ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഈ വീഡിയോയിൽ നമുക്ക് AIയുടെ സിലബസ്, ജോബ് റോൾസ്, സാലറീസ്, കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ ആദ്യം വേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് നോളജ് ആണ്. അതുകൊണ്ട് തന്നെ BCA കോഴ്സിൻ്റെ കൂടെ തന്നെ വേണം AI പഠിക്കാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പെസിഫിക് ഫീൽഡ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ഒക്കെ ഒരുപാട് പറഞ്ഞു പോകുന്ന BTech കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് BCA ആണോ അതുപോലെ BTech AI ആണോ ബെറ്റർ എന്ന്. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. BCAയുടെ കൂടെ AI പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 3 വർഷം കൊണ്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈസി സിലബസും ആയിരിക്കും. ജോബ് ഓറിയൻറ്റഡ് ആയ രീതിയിൽ BCAയുടെ കൂടെ AI പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക് നോളജും ആവുന്നു. അതിൻ്റെ കൂടെ തന്നെ AI നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും സാധിക്കുന്നു. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ആ കോളേജിൽ AIക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ, അതുപോലെ അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് AIക്ക് വാല്യൂ ഉള്ളതാണോ, നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. IT ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം കുട്ടികളുടെ ആഗ്രഹം ഇപ്പോൾ AI കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ചൂസ് ചെയ്ത് പോകുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എന്താണ് AI, ഇതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, ഇത് നമുക്ക് എളുപ്പത്തിൽ ക്യാച്ചപ്പ് ചെയ്ത് പഠിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫോർമേഷനാക്കി മാറ്റുക എന്നാണ്. ഫോർ ആൻ എക്സാമ്പിൾ, 1ഉം 2ഉം കൂടി അഡീഷൻ ചെയ്യുമ്പോൾ ഇതിൽ 1ഉം 2ഉമാണ് ഇതിൻ്റെ ഡേറ്റാസ്. അഡീഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ 3 ആണ് ഇതിൻ്റെ ഇൻഫോർമേഷൻ. ഇവിടെ കമ്പ്യൂട്ടർ ചെയ്യുന്ന പ്രോസസ്സ് അഡീഷൻ മാത്രമാണ്. ഇതുപോലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും എല്ലാം കമ്പ്യൂട്ടർ ഡിവൈസിന് സാധിക്കുന്നു. ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക്കലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ചെയ്യാൻ കഴിയുന്നത് അടിസ്ഥാനപരമായ കാൽക്കുലേഷൻ മാത്രമാണെങ്കിൽ AI പ്രോഗ്രാമിന് മനുഷ്യന്മാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ സാധിക്കുന്നു. അതായത് നമ്മൾ മനുഷ്യരോട് ഇതുപോലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതുപോലൊരു എക്സാമ്പിളിൽ നല്ലോണം ആലോചിച്ച് സാഹചര്യത്തിന് അനുയോജ്യമായൊരു ഉത്തരമായിരിക്കും മനുഷ്യർ നൽകാൻ പോകുന്നത്. മനുഷ്യരിൽ ഈ കാണപ്പെടുന്ന ഹ്യൂമൻ ഇൻ്റലിജൻസ് പോലെ തന്നെയാണ് AIയും വർക്ക് ചെയ്യുന്നത്. ഇതിന് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. മെഷീൻ ലേണിംഗ് ഒരു സ്പെസിഫിക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇല്ലാതെ തന്നെ AI സിസ്റ്റത്തെ ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഡീപ്പ് ലേണിംഗ് എന്തെന്ന് വെച്ചാൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നു. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മുടെയൊക്കെ മൊബൈലിൽ കാണുന്ന ഇമേജ് റെക്കഗ്നൈസേഷൻ, അതുപോലെ തന്നെ സ്പീച്ച് റെക്കഗ്നൈസേഷൻ എല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. പൈത്തൺ, ജാവ, പ്രോലോഗ്, R, C++ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് AI ഇംപ്ലിമെൻറ്റ് ചെയ്യാനായി കൂടുതലായും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന AIയുടെ കുറച്ച് ബെസ്റ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻസ് പോലെയുള്ള വെർച്വൽ അസിസ്റ്റൻസ്. AI ഉപയോഗിച്ചാണ് ഇവ നമ്മുടെ കമാൻഡ്സ് റിക്കഗ്നൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ ആണ് ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള വെബ്സൈറ്റുകൾ. ഈ വെബ്സൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോഡക്റ്റ്, അതുപോലെ നമ്മൾ വാച്ച് ചെയ്യുന്ന മൂവീസ്, ഇവയൊക്കെ അനലൈസ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പ്രോഡക്ട്സും മൂവീസും ഒക്കെ നമുക്ക് പിന്നെയും കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ചെയ്യുന്നതും AI ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഓട്ടോണോമസ് വെഹിക്കിൾസും അതുപോലെ തന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർസും ഒക്കെ. ടെസ്ല പോലെയുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാർ മാനുഫാക്ചേഴ്സായ ഹ്യുണ്ടായി, ടാറ്റ, മഹീന്ദ്ര, കിയ തുടങ്ങിയവരുടെ വണ്ടികളിൽ ലെവൽ 2 ADAS സിസ്റ്റം, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവർ ഉറങ്ങിപ്പോകുകയോ ബ്ലൈൻഡ് സ്പോട്ടിൽ ഏതെങ്കിലും വണ്ടി വരികയോ ചെയ്താൽ ഡ്രൈവറിനെ അത് അറിയിക്കാനും നമ്മുടെ വണ്ടിയുടെ മൊത്തം കൺട്രോൾ ഏറ്റെടുക്കാനും സാധിക്കുന്ന സിസ്റ്റമാണിത്. ഇത് വർക്ക് ചെയ്യുന്നതും AI യൂസ് ചെയ്താണ്.
ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എയുടെ ചില ആപ്ലിക്കേഷൻസ് ആണ്. ഇതൊന്നുമല്ലാതെ നമ്മൾ കാണാതെ തന്നെ നമ്മളെ സഹായിക്കുന്ന എയുടെ ആപ്ലിക്കേഷൻസ് വേറെയുമുണ്ട്. അതായത് മെഡിക്കൽ ഫീൽഡിൽ സ്കാനിങ് ഇമേജസ് നോക്കി ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന AI സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ ഫ്രോഡ് ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്ന AI സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ എയുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത് കൂടാതെ ഒരുപാട് മേഖലകളിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള AI ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും അത് പ്രവർത്തിപ്പിക്കാനുമൊക്കെ AI പ്രോഗ്രാമേഴ്സിനെ ആവശ്യമാണ്. BCA AI പഠിച്ചവർക്ക് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, ഡാറ്റാ സയൻറ്റിസ്റ്റ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എഞ്ചിനീയർ, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ, AI പ്രൊഡക്റ്റ് മാനേജർ, അതുപോലെ തന്നെ റോബോട്ടിക്സ് എഞ്ചിനീയർ, AI സോഫ്റ്റ്വെയർ ഡെവലപ്പർ, AI കൺസൾട്ടന്റ് തുടങ്ങിയ ജോബ് റോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചു വരുന്ന ഒരു കോമൺ ഡൗട്ടാണ്, BCA പഠിച്ചു കഴിഞ്ഞ് MCA ചെയ്താൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളത്. ഒരിക്കലുമല്ല. മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം തന്നെ ഇപ്പോൾ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി BCAയും അതിൻ്റെ കൂടെയുള്ള അഡീഷണൽ സർട്ടിഫിക്കേഷനും തന്നെ ധാരാളമാണ്. MCA എന്നുള്ളത് ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ടീച്ചിങ് പ്രൊഫഷൻ, റിസർച്ച് തുടങ്ങിയ കാര്യങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആവശ്യമായി വരും. ഒരു AI എഞ്ചിനീയർക്ക് 3 lakh to 25 lakh പെർ ആനം സാലറി ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആണ്. BCA AI പഠിക്കാൻ വാലിഡ് സർട്ടിഫിക്കേഷനും അതുപോലെ പ്രോപ്പർ ട്രെയിനിങ്ങും പ്ലേസ്മെന്റും ഒക്കെ തരുന്ന കോളേജിനെ കുറിച്ച് അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. ഇതുപോലെയുള്ള കണ്ടന്റ്സിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. BCA പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.